ഹായ് എവരിവൺ, മൈടെക് ബീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. നമ്മളെ ആബൈറ്റ് സീരീസിൻ്റെ 18ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. അതുപോലെ തന്നെ 2019 ലാസ്റ്റ് എപ്പിസോഡ് വീഡിയോ കൂടി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വീഡിയോയിൽ നമ്മളൊരു മണി ഏണിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മണി ഏണിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ എന്നല്ല, അത്യാവശ്യം ചെറിയ രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പേര് കേട്ടാൽ നിങ്ങൾക്ക് സംഭവം അറിയായിരിക്കും. ഏൺ കറോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഒരു ചെറിയൊരു എമൗണ്ട്, അതായത് നമ്മൾ ഒരു ചെറിയ സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് അതുപോലെ തന്നെ ഇതിൽ കുറച്ചൊരു ടൈമും കൂടി സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഒരു റെഫറൽ ലിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾ അതിൽ കയറി ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഏൺ ചെയ്യുന്നത് എന്നുള്ള ചെറിയൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൻ്റെ കാണാൻ സാധിക്കും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അതുപോലെ തന്നെ അജിയോ, പിന്നെ അത് കൂടാതെ തന്നെ ഫേമസ് സ്റ്റോറിൻ്റെ കുറച്ച് ഇതും കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിന്ന് എങ്ങനെയാണ് മണി ഏൺ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഞാനൊരു ഉദാഹരണം തന്നെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് റെഡ്മി നോട്ട് 8 പ്രോ പർച്ചേസ് ചെയ്യണമെന്നുണ്ട്. അപ്പം അവന് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് ആമസോണിൽ കയറിയതിന് ശേഷം റെഡ്മി നോട്ട് 8 പ്രോ ഏത് വേരിയൻ്റാന്ന് വേണ്ട അതൊക്കെ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഏൺ കറോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് മേക്ക് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ജസ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമസോണിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് നമ്മൾ ലിങ്ക് കോപ്പി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും കോപ്പി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മേക്ക് ലിങ്കിൻ്റെ എടുക്കുക, ജസ്റ്റ് ലിങ്ക് മാത്രം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റിമൂവ് ചെയ്യുക. അതായത് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ലിങ്ക് കൊടുക്കുക. അതിനുശേഷം മേക്ക് പ്രോഫിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെറിയൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതായത് ഏൺ കറോ ആപ്ലിക്കേഷനിൽ കയറിയതിൻ്റെ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക. അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറയാം. അങ്ങനെ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത് നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴാണ് ക്രെഡിറ്റ് ആവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഡെലിവറി ആയി കഴിഞ്ഞിട്ട് അതിൻ്റെ റിട്ടേൺ പോളിസി, റിട്ടേണിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ട് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സാധനം അവൻ്റെ കയ്യിൽ കിട്ടി. ഇനി അതിൻ്റെ റിട്ടേണിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു 74 റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. അപ്പം എക്സ്പെക്റ്റഡ് ഡേറ്റ് 2020 മാർച്ചിനകത്തായിട്ട് നമുക്ക് ഈ ഒരു 74 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇനി മിനിമം വിഡ്രോയിൽ 200+ ആണ്. 200 രൂപക്ക് മുകളിൽ മാത്രമായാലേ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അതുപോലെ തന്നെ ഡയറക്റ്റ് നമ്മളെ അക്കൗണ്ടിലേക്കാണ് വിഡ്രോ ചെയ്യേണ്ട ഓപ്ഷൻ ഇപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഏറ്റവും ടോപ്പിൽ 74 റുപ്പീസ് എന്നാണ് എൻ്റെ പ്രോഫിറ്റ് ആയിട്ടുള്ളത്. അപ്പം അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല. അതായത് പ്രോഫിറ്റ് ഏർണിംഗ് അവൈലബിൾ ഫോർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് റെഫർ ചെയ്താൽ ലഭിക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് റെഫർ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് അവിടെ ലിങ്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ ഫ്രണ്ടിന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം. ഷെയർ ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 10% നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു റെഫറൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മുടെ റെഫറൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത്
ആരെങ്കിലും നമ്മുടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പ്രൊഫൈലിൽ പോവുക. പ്രൊഫൈലിൽ പോയതിന് ശേഷം മൈ റെഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ റെഫറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് നമ്മുടെ റെഫറൽ ലിങ്ക് വെച്ച് ജോയിൻ ചെയ്തത് അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ആരൊക്കെ ജോയിൻ ചെയ്തതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് കൂടാതെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആമസോണിൽ കയറുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തതിനോടൊപ്പം തന്നെ അതിൻ്റെ ലിങ്ക്, അതായത് നിങ്ങൾ ഏൺ കെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കയറിയിട്ട് പ്രോഫിറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് അതിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാം. അതുപോലെ തന്നെ നമ്മൾ 2019 ലാസ്റ്റ് വീഡിയോ കൂടി തന്നെയാണ്, നമ്മുടെ ആപ്പൈറ്റ് സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ കൂടി തന്നെയാണ്. അപ്പോഴേ നമ്മൾ 2020 നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോഴേ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.